നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കയർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ കോപം. നെന്മാറ ഇരട്ടക്കൊലപാതകം, പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനം എന്നിവ പ്രതിപക്ഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കുകയുണ്ടായി. പോലീസ് വീഴ്ച സംബന്ധിച്ചായിരുന്നു ഇത്തരത്തിലൊരു വിഷയങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നത്. നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകുകയും ചെയ്തു. എൻ ഷംസുദ്ദീനായിരുന്നു പ്രമേയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെച്ചു. ഈ ബഹളം ശക്തമായതോടെയാണ് മുഖ്യമന്ത്രി കയർത്ത് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരിഹാസം ഇപ്രകാരമായിരുന്നു: വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംസുദ്ദീന് കഴിയാത്തതുകൊണ്ട് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണോ ധാരണ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല, കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് ഭരണപക്ഷം കൈയടിക്കുകയുണ്ടായി. ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർന്നുവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിത്രമാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനെ മറ്റു തരത്തിൽ മാറ്റിത്തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ട എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാക്കുകൾ പൊള്ളുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. രണ്ട് സംഭവങ്ങളിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനയ്ക്കെതിരെ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തി ജാമ്യ വ്യവസ്ഥ ലംഘിക്കരുതെന്ന് കാട്ടി താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞു. മാത്രമല്ല, പിന്നീട് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊന്നത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കേരളം ഒന്നടങ്കം നടുങ്ങിയ ഒരു വിഷയമായിരുന്നു ഈ ഒരു കൊലക്കേസ്. ഇതിലിപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നൽകിയിരിക്കുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ്. പോലീസിന് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ. അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകാമോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നെന്മാറയിലെ പ്രതിയായ ചെന്താമര പ്രത്യേക മാനസികാവസ്ഥയുള്ളയാളാണ്. അയാളെ ന്യായീകരിക്കുന്നില്ല. ചെന്താമരയ്ക്കെതിരെ ഗൗരവമായി നടപടിയെടുക്കാത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ നടപടി എന്താകുമെന്ന് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ. പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, പത്തനംതിട്ടയിലെ സംഭവത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പത്തനംതിട്ടയിൽ നടന്നതും സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. അതിന്റെ ഭാഗമായി പോലീസ് SI അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു. തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ നടപടിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഇതിന്റെ പേരിൽ പോലീസ് ആകെ വെളിവില്ലാതായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു. അതേസമയം നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിനടുത്തിരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നു എന്നുമായിരുന്നു എൻ ഷംസുദ്ദീന്റെ ചോദ്യം. നെന്മാറയിൽ പോലീസിന്റെ വീഴ്ചയിൽ ഉറ്റവരെ നഷ്ടമായ അനാഥരായ 2 പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പോലീസ് അഴിഞ്ഞാട്ടം വർദ്ധിക്കുകയാണ്. പത്തനംതിട്ടയിൽ രാത്രി ഒരു കുടുംബത്തെ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്നും ഷംസുദ്ദീൻ ചൂണ്ടിക്കാണിച്ചു. തിരുവനന്തപുരത്ത് ഗുണ്ടാത്തലവനും SP തമ്മിൽ ധാരണയുണ്ടാക്കുന്ന അവസ്ഥ മുംബൈയിലെ അധോലോകത്തിന് സമാനമാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേ വഴിയാണ്. കൈക്കൂലി വരെ ഡിജിറ്റലൈസ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാമെന്നും ഷംസുദ്ദീൻ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് വ്യക്തമാക്കി. മാത്രമല്ല, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് 1.5 മാസം അവിടെ താമസിച്ച് ബാക്കി 2 പേരെ കൂടി കൊന്നത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ചൂണ്ടിക്കാണിച്ചു. പരാതി കിട്ടി, എന്നിട്ടും ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാമ്യം റദ്ദാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നതും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, സംസ്ഥാനത്താകെ ഗുണ്ടകൾ യോഗങ്ങളും നടുറോഡിൽ ജന്മദിനാഘോഷവും നടത്തുകയാണ്. SFI നേതാവിനെ കൊല്ലാൻ ശ്രമിച്ചയാളെ മന്ത്രിയാണ് മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഗുണ്ടകൾ നടത്തുന്ന പാർട്ടികളുടെ മുഖ്യാതിഥികൾ ചില പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഗുണ്ടകൾ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണെന്നും പത്തനംതിട്ടയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എന്തായാലും കേരളം ഈ ഇടയിൽ കണ്ട ഒരുപാട് പ്രശ്നങ്ങളിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ചെന്താമര ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 2 പേരെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല, പോലീസ് കാരണമില്ലാതെ ചിലരെ മർദ്ദിക്കുന്ന ആ ഒരു സംഭവം. ഇത് രണ്ടും ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി പ്രകാരമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.